നമസ്കാരം. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ഒരു നല്ല നിക്ഷേപമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? എന്നാൽ പഠനങ്ങൾ പറയുന്നത് ഏറ്റവും നല്ല നിക്ഷേപമായിട്ട് അതിനെ കാണണം എന്നാണ്. നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഒന്നാമത്തത്, കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസം അവന്റെ വളർച്ചയെ ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവന് ഭാവിയിലേക്ക് നല്ല ഒരു ജോലി സമ്പാദിക്കാൻ വേണ്ടി അവന് വളരെയധികം ഉപകരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ജോലി ലഭിക്കുന്നതോടൊപ്പം തന്നെ മികച്ച വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മികച്ച വിദ്യാഭ്യാസം അവന് ഉപകരിക്കുന്നു. നാലാമത്തെ, സാമൂഹികമായിട്ട് വലിയ പിന്തുണ ലഭിക്കുന്നതിനും വിദ്യാഭ്യാസം ഉപകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ എപ്പോഴും ഏറ്റവും നല്ല നിക്ഷേപമായിട്ട് കാണുക. വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഗ്രാമത്തില് അവിടെ സ്കൂളുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൃഷിക്കാരും പാവപ്പെട്ട കൂലിപ്പണിക്കാരും മാത്രം താമസിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ മക്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും വളരെയധികം പ്രയാസത്തില് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു ഗ്രാമമാണ് അത്. കാരണം കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വേണം കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ. അത് പലപ്പോഴും ഈ പാവപ്പെട്ട കൃഷിക്കാരനും കർഷകനും അത് സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എങ്കിലും അവിടുത്തെ ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ മകനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇടയിൽ അദ്ദേഹം ദൂരെയുള്ള സ്കൂളിൽ കൊണ്ടുപോയി മകനെ ചേർത്തു. അവന്റെ തുടർ പഠനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അവൻ പഠിച്ച് ഭാവിയിൽ ഒരു ഡോക്ടറായിട്ട് മാറി. അങ്ങനെ ഡോക്ടറായിട്ട് മാറിയ സമയത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ ആ സേവനം വേണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മകനോട് നാട്ടിൽ തന്നെ ഒരു ഡോക്ടറായിട്ട് തുടരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ നാട്ടില് അതുവരെ ഒരു ഡോക്ടറോ കാര്യങ്ങളോ ചികിത്സയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ അദ്ദേഹം ചികിത്സകൾ തുടങ്ങി. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ സമയത്ത് തന്നെ ആ നാട്ടിലെ എല്ലാ വ്യക്തികളിലും ഒരു തവണയെങ്കിലും അദ്ദേഹത്തിന് ചികിത്സിക്കാനുള്ള അവസരം കിട്ടി. ആ നാട്ടിലെ സമൂഹത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള വ്യക്തിയായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടിയ കാര്യമാണ്. ഇനി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മികച്ച ഒരു ജോലിയായി, ഒപ്പം മികച്ച വരുമാനമായി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ വിദ്യാഭ്യാസം നല്ലൊരു നിക്ഷേപമായിട്ട് മാറട്ടെ. അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.